വിശ്വസിച്ചിടാനുമെൻ ആശ വെച്ചിടാനുമെൻ വിശ്വസിച്ചിടാനുമെൻ ആശ വെച്ചിടാനുമെൻ വിശ്വമതിരാശ്വസിപ്പാൻ ആശ്രയമേശുക വിശ്വമതിരാശ്വസിപ്പാൻ ആശ്രയമേശുക എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. ഈ സദൃശവാക്യത്തില് ഞാൻ ഈ ഒരു 7 വാക്യങ്ങളുണ്ട്. ഈ 7 വാക്യത്തിൽ ഞാൻ ഒരേ ഒരു വാക്യം മാത്രമേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. വാക്യം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു ചോദ്യം ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കാം. ഇതിനകത്ത് എത്ര പേര് എനിക്ക് ദൈവത്തോടുള്ള ഭക്തി ഉണ്ട് എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഉണ്ടല്ലോ, ആണോ? അടുത്ത ചോദ്യം, എന്താണ് ഭക്തി? ദൈവത്തെ അനുസരിച്ച് ഞാൻ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇത് എത്രത്തോളം ചെയ്യുന്നുണ്ട്? ദൈവത്തെ യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ ഭയപ്പെടുക എന്നത് മാത്രമല്ല, അല്ലേ? നമ്മൾ പേടിക്കുന്നത് മാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ഉയർത്തുകയും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ മാനിക്കണം, ദൈവത്തെ അനുസരിക്കണം, പിന്നെ ദൈവത്തിനായിട്ട് കാത്തിരിക്കണം. ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഒരു ഭക്തൻ. നമ്മൾ എത്രത്തോളം ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒരു പ്രവൃത്തിയുണ്ട്, പ്രകടനമുണ്ട്, അല്ലേ? പ്രവൃത്തി ഇല്ലാതെ നമ്മൾ പറയുന്നതൊന്നും അധികം അതെന്തുമാണ് ഒരു സ്നേഹമെന്ന് ദൈവം അത് കണക്കാക്കണമെന്ന് ഇല്ല. വായ കൊണ്ട് എനിക്ക് ഒരുപാട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയാം. പക്ഷേ സ്നേഹം, നമ്മൾ സ്നേഹത്തെ കുറിച്ച് ഒന്നും ഇതിൽ നമ്മൾ വായിക്കാൻ പറയല്ലേ, എന്താണ്? സ്നേഹിക്കാതെ എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഏൽപ്പില്ല. അപ്പൊ സ്നേഹം ഇല്ലാതെ എൻ്റെ ശരീരത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ചുടാൻ വേണമെങ്കിൽ ഏൽപ്പിക്കാം. എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ, എനിക്കിത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്കിത് ചെയ്യാം, അല്ലെ? പക്ഷെ അപ്പൊ കർത്താവിന് ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ അവനെ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. 2, മാനിക്കണം. മാനിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ നമ്മുടെ ഇടയിൽ എല്ലാം കണ്ടുവന്നിരിക്കുക, നമ്മൾ ദൈവത്തെ മാനിക്കുന്നു. ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണം, അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം നമ്മൾ പലപ്പോഴും കൊടുത്തോണ്ടാണോ ഇരിക്കുന്നത്? പ്രാർത്ഥിക്കാനിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെല്ലാം കഥകൾ നമ്മൾ പറയുന്നുണ്ടല്ലേ? പ്രാർത്ഥിക്കാനിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് ഇരിക്കുന്ന ഇരുത്തം നമ്മൾ കാണുമ്പോഴേ നമ്മൾ ദൈവത്തെ മാനിച്ചാണോ ഇരിക്കുന്നത്? അതിനിടയിൽ എത്ര സംസാരിക്കുന്നു നമ്മൾ, എത്ര ഫോൺ കോൾ തന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ അതെടുക്കുന്നു. ഇതാണ് ദൈവഭക്തി, ദൈവത്തോടുള്ള ഭക്തി ഇതാണ്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആ സമയം നമ്മൾ കൊച്ചുങ്ങളെ നോക്കും, അല്ലേ? കൊച്ചുങ്ങളെ നോക്കും. ചിലപ്പോൾ വേറെ എനിക്ക് ദൈവത്തോടുള്ള ഭക്തി ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധ എപ്പോഴും ആരിലായിരിക്കും? ദൈവത്തിലായിരിക്കും. അത് ഇതിനകത്ത് എനിക്ക് ദൈവത്തോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആരെന്ത് പറയുന്നത് ഇതൊന്നും എൻ്റെ വിഷയം, ഞാൻ അതൊന്നും എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തില്ല. എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണം, അത് മാത്രമായിരിക്കും എൻ്റെ ശ്രദ്ധ. അപ്പോൾ യഥാർത്ഥ ദൈവഭക്തി എന്ന് പറഞ്ഞ എന്തുവാണ്? ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തെ അനുസരിക്കുക, പിന്നെ എന്തുവാ? ദൈവത്തെ ഉയർത്തേണ്ട ഇടങ്ങളിൽ നമ്മൾ ദൈവത്തെ ഉയർത്തുക, ദൈവത്തിനായിട്ട് കാത്തിരിക്കുക. ഇതെല്ലാം ചേരുമ്പോൾ മാത്രമേ നമുക്ക് അബ്രഹാമിനെ പറയാം. അബ്രഹാം ആരാണ്? ഒരു ഭക്തൻ. എന്തുണ്ട്? അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ അനുസരിച്ചു, ദൈവത്തെ മാനിച്ചു, പിന്നെ ദൈവത്തെ ഭയപ്പെട്ടു. അബ്രഹാമിനെ നോക്കി നമുക്ക് പറയാം എന്ന് യഥാർത്ഥ ഒരു ഭക്തനെന്ന്. നമ്മൾ വായിച്ചു അതിന് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് പലർക്കും എന്തില്ല? ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് ഇല്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? മറ്റൊന്നുമില്ല, നമുക്ക് എന്തില്ല? ദൈവത്തോടുള്ള ഭക്തി, യഥാർത്ഥ ഭക്തി നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് എന്തില്ലാത്തത്?
ജ്ഞാനമില്ലാത്തത്. യഥാർത്ഥ ഒരു ഭക്തന് ദൈവത്തെ ഭക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് ദൈവത്തെ ഉയർത്തുന്ന ഒരു വ്യക്തിക്ക് ആരും ചോദിക്കാതെ തന്നെ ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്തുവാണ്? ജ്ഞാനം. നമ്മൾ ദൈവസന്നിധിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും അല്ലെ? എന്തൊക്കെ ചോദിക്കും? കർത്താവേ, നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, എൻ്റെ രോഗത്തിനൊരു വിടുതൽ വരണം, എൻ്റെ കടഭാരം ഒന്ന് മാറണം. പക്ഷെ ഒരു ദിവസം പോലും നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു കാര്യമാണ് എന്താ? ദൈവമേ, എനിക്ക് ജ്ഞാനം തരണമേ. ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കാം. ബുദ്ധി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ജ്ഞാനം ഇല്ലെങ്കിൽ ഈ ബുദ്ധി കൊണ്ട് ഒരു ഗുണവും ഇല്ല. നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം. അറിവുണ്ടായിട്ടും ഇതില്ല. നിങ്ങൾക്ക് ഈ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നിങ്ങൾക്കില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഈ ജ്ഞാനം, അറിവ്, ബുദ്ധി, ഇത് 3 എന്താണ്? ഒന്നാണ്? അല്ല. ഒന്ന് ജ്ഞാനം, അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നല്ലേ. അറിവ്, ബുദ്ധി. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. കൂടുതലും അടുക്കളയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് വീട്ടിൽ ഒരു ചിക്കൻ കറി വെക്കണം. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഒരു ചിക്കൻ കറി വെക്കേണ്ടുന്ന അറിവ് നിങ്ങൾ എന്ത് ചെയ്ത് കിട്ടി. എങ്ങനെ നന്നായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നൊരു അറിവ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചു. അത് പുറത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഉള്ളിലോട്ട് കിട്ടുന്നതാണ് എന്ത്? അറിവ്. പല ഇടങ്ങളിൽ നിന്നും പലതിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ അറിവ്. 2, ഈ അറിവ് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. ഇത് ഈ അറിവ് വെച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ചിക്കൻ കറി വെച്ച്. ഇത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആ ബുദ്ധി വെച്ചിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് സ്റ്റോർ ചെയ്ത് അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ചിക്കൻ കറി വെച്ച് കൊള്ളാം, അടിപൊളി ചിക്കൻ. പക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് ഒന്ന് അൾസർ പേഷ്യന്റ്, എണ്ണ അധികം ഉപയോഗിക്കാൻ പാടില്ലാത്ത വ്യക്തി, ഇങ്ങനെ കുറച്ച് പേര് അതിനകത്തുണ്ട്. നിങ്ങൾ വെച്ച ചിക്കൻ കറി നല്ലതായിരുന്നു, പക്ഷെ അത് വീട്ടിനകത്തേക്ക് എന്തില്ല, വീട്ടിനകത്തേക്ക് അത് കൊള്ളത്തില്ല. കാരണം കാരണം എവിടെ എങ്ങനെ വെക്കണം എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ദൈവത്തിൽ നിന്ന്. അതാണ് എന്ത്? ജ്ഞാനം. എവിടെ അതെങ്ങനെ ചെയ്യണം. ഇത് ഞാൻ അടുക്കളയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. എൻ്റെ വീട്ടിനകത്ത് ഒരു അൾസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ കറി വെക്കണം, പക്ഷെ അതിനകത്ത് എരിവ് എനിക്ക് കുറയ്ക്കണം, വേറെ എന്തെങ്കിലും കുഴപ്പം എണ്ണ കുറയ്ക്കണം. ഈ പരിജ്ഞാനം ഇല്ലാതെ എൻ്റെ ആഗ്രഹം എനിക്ക് നന്നായിട്ട് ചിക്കൻ കറി വെക്കണം എന്നുള്ളത് മാത്രമാണെങ്കിൽ അവിടെ എനിക്ക് എന്തില്ല? ജ്ഞാനത്തിന്റെ കുറവ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം, നമുക്ക് ബുദ്ധിയുണ്ട് അല്ലേ? ബുദ്ധിയുണ്ട്, അറിവുണ്ട്. പക്ഷേ അത് എവിടെ എപ്രകാരം പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വീഴ്ചകളുടെയും കാരണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. ഈ വീഴ്ചകളുടെ എല്ലാത്തിൻ്റെയും കാരണം എന്താണ്? ഈ ജ്ഞാനം കിട്ടുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് എങ്ങനെയെങ്കിലും കിട്ടുന്നതല്ല. എങ്ങനെയാണ് കിട്ടുന്നത്? ദൈവഭക്തിയോടെ നടക്കുന്നവന് ദൈവം അത് കൊടുക്കും. ഞാൻ ഈ സദൃശവാക്യം എഴുതിയിരിക്കുന്ന ആരാണ്? ശലോമോൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. ശലോമോനാണ് ഈ ശലോമോൻ വെറുതെ എഴുതിയതല്ല. ശലോമോൻ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്താണ്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 1 രാജാക്കന്മാർ 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തോട്ട് ദൈവം ശലോമോനെ കയറ്റിയിട്ട് ദൈവം വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് ശലോമോനോട് ചോദിക്കും, നിനക്ക് എന്ത് വരം വേണം? അപ്പോ രാജാവ് പറയാണ്, എനിക്ക് എന്ത് വേണം? എനിക്ക് ജ്ഞാനം വേണം. എന്തെല്ലാം ചോദിക്കാമായിരുന്നു രാജാവിന്? എന്തുകൊണ്ട് ശലോമോൻ ഈ ജ്ഞാനത്തെ ചോദിച്ചു? എങ്ങനെ തിരിച്ചറിഞ്ഞത്? ശലോമോൻ കണ്ട തന്റെ അപ്പനിൽ നിന്ന് കണ്ട് അല്ലെ. തന്റെ അപ്പൻ ദൈവഭക്തനായിരുന്നെന്നും അവൻ ദൈവത്തിന്റെ വഴിയിൽ നടന്നതും കണ്ടാണ് ആര് വളർന്നത്? ശലോമോൻ വളർന്നത്. അതുകൊണ്ട് ശലോമോൻ പറയാണ്, എനിക്ക് ഇതിനകത്തുള്ള വേറെ ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട, എനിക്ക് എന്ത് വേണം? ജ്ഞാനത്തെ തരണം. ആ വാക്യം ഒന്ന് 5 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചോ.
ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അറിയിച്ചു. അതിന് ശലോമോൻ പറഞ്ഞതെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടി നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. കേട്ടോ, ദൈവം ചോദിക്കും നിനക്ക് എന്ത് വരം വേണമെന്ന്. ശലോമോൻ പറയുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? അപ്പന്റെ കാര്യം പറയുന്നത്. എന്റെ അപ്പൻ ദൈവഭക്തിയോടെ നടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ഉയർത്തിയ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്ത് വേണം? ദൈവഭക്തിയോടെ എനിക്ക് നടക്കണം. ദൈവഭക്തിയോടെ, ദൈവമേ നീ എനിക്ക് മറ്റൊന്നും അല്ല എനിക്ക് തരേണ്ടത്. എനിക്ക് എന്ത് തരണം? എനിക്ക് ജ്ഞാനത്തെ തരണമേ. താഴോട്ട് വായിച്ചു. വലിയ കൃപ നൽകി അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന്റെ മകനെ രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്തിൽ കാര്യാലയം നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യയെ അങ്ങിയിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം അവിടെ ശലോമോൻ പറയാണ്, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണം. നമുക്ക് ഒന്നാമത് കിട്ടേണ്ട എന്താണ്? ഗുണവും ദോഷവും തിരിച്ചറിയാനായിട്ട് ഉള്ള ഒരു ഹൃദയം. അതിനെയാണ് എന്ത് പറയുന്നത്? ജ്ഞാനി. അങ്ങനെയുള്ള ഹൃദയം ഉള്ളവന് നമുക്ക് പറയാൻ എന്തെന്ന്? ജ്ഞാനി എന്ന് പറയാം. അത് ഒരു പക്ഷെ നമ്മുടെ സഭയ്ക്കകത്ത് ഒരു ദേവദാസനോ ദൈവദാസിയോ ആക്കി ദൈവം വെച്ചാൽ അതിനകത്ത് എന്താണ്? ഗുണവും ദോഷവും തിരിച്ചറിയാനായിട്ടും ജനത്തെ പരിപാലിക്കാനുള്ള വിവേകമുള്ള ഒരു ഹൃദയം എനിക്കും അച്ചാച്ചനും വേണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ദൈവം ആക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ശരിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഗുണവും ദോഷവും തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് വേണം. നമ്മൾ ഇതിന് പ്രാർത്ഥിക്കുന്ന എന്താണ്? കടം മാറണേ. കടം മാറൂല. കാരണം എന്താ? ഇന്ന് വരെയും വിവേകമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചതാണ്. ഇന്ന് എന്ത് ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ. നമ്മൾ ഇതെല്ലാം പ്രാർത്ഥിക്കേണ്ട. ദൈവമേ, നീ എനിക്ക് എന്ത് ചെയ്യണം? നീ വിവേകമുള്ള ഒരു ഹൃദയം താപ്പാ. ആ വിവേകമുള്ള ഹൃദയം തന്നാൽ, അല്ലെങ്കിൽ ദൈവഭക്തിയോടുകൂടെ ഉള്ള ആ ദൈവത്തിന്റെ നീതിയും ന്യായവും പ്രമാണിച്ച് നടക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തന്നാൽ എന്ത് ചെയ്യും? ഞാൻ ആ വഴി നടക്കും. ഇന്ന് ഞാൻ പറയുന്നത് എന്താണ്? എന്റെ വഴിക്ക് ആര് വരണം? ദൈവം വരണം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഇത് എന്റെ ദൈവം എനിക്ക് ചെയ്തു തരണം. പാട്ട് വായിച്ചേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചതിന് കർത്താവിന് പ്രസാദമായി. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. ദൈവം എല്ലാം കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇനി എന്ത് അനുഗ്രഹം. പക്ഷേ ശലോമോൻ ചോദിച്ച മറ്റൊന്നും ചോദിച്ചില്ല. എന്ത് ചോദിച്ചു? വിവേകം ജ്ഞാനമുള്ള ഹൃദയം ശലോമോൻ ചോദിച്ചു. ദൈവത്തിന് അതെന്ത് ചെയ്ത്? പ്രസാദമായി. അടുത്തത്, ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന നമ്മൾ ആദ്യം എന്ത് ചോദിക്കും? കർത്താവേ, രോഗം സൗഖ്യം. ദീർഘായുസ് എപ്പ തീരുമെന്ന് അറിയത്തില്ല. എപ്പോഴും വേണേലും എന്ത് ചെയ്യാം? പോവാം അല്ലെ? അതുകൊണ്ട് നീ എനിക്ക് എന്ത് തരണം? ദീർഘായുസ് തരണം അല്ലെ? നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദീർഘായുസോ സമ്പത്തോ. എന്റെ അവസ്ഥയൊക്കെ ഒന്ന് മാറി എനിക്ക് എന്ത് ചെയ്യണം? ഇച്ചിരി ഒന്ന് ഉയരണം. അടുത്തത്, എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്ത ജനങ്ങൾ എന്റെ ചുറ്റുപാടിന് കൊണ്ട് ഇവരുടെ മുമ്പിൽ നീ എന്നെ മാനിക്കണം. അടുത്തത്, ശലോമോൻ ഇതൊന്നും ചോദിച്ചില്ല. നമ്മൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ദൈവം ഇന്നും എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. അടുത്തത്, ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്കൊന്നും ഉണ്ടായിട്ടില്ല. നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകും. നീ ഇത് ചോദിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ദൈവം പറയാണ്, ഞാൻ ഇതെന്ത് ചെയ്യും? നിനക്ക് തന്നിരിക്കുന്നു. ഇനി ഇതുപോലെ ജ്ഞാനമുള്ള വേറൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അടുത്തത്,
അതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും രാജാക്കന്മാരിൽ ഒരുത്തരും നിനക്ക് സമനാകയില്ല. അടുത്തത്, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസം തരും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതിനു പുറമെ നീ ചോദിച്ചത് ഞാനോ ആണ് ചോദിച്ചത്, അത് ഞാൻ തന്നിരിക്കുന്നു. പക്ഷെ അതിന് പുറമെ ഞാൻ എന്തെല്ലാം നിനക്ക് തന്ന, നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അത് മാത്രമല്ല ദീർഘായുസും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ എന്തപേക്ഷിക്കുന്നോ അതിന്റെ കൂടെ ദൈവം എന്ത് ചെയ്യും, ബാക്കിയും കൂടെ തരും. ഇന്ന് നമ്മൾ ചോദിക്കുന്ന പലപ്പോഴും എന്താണെന്നറിയാമോ, ദൈവത്തിന് അങ്ങോട്ട്, കാരണം വീണ്ടും നമ്മൾ തെറ്റി പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിന് തരാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ചോദിക്കേണ്ടത്, ദൈവമേ നീ എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണം, എന്നെ നീ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ എങ്ങനെ ഇരിക്കണമോ അതുപോലെ ഇരിക്കാനായിട്ടുള്ള പരിജ്ഞാനവും വിവേകവും നീ എനിക്ക് തരണം. ഞാൻ ആ ഭക്തിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, എന്നെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? എനിക്ക് എന്തേ ആവശ്യമുള്ളൂ? എനിക്ക് യഹോവ ഭക്തി, ദൈവത്തോടുള്ള ഭക്തി മാത്രമേ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ ഭക്തിയിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്നാൽ എന്നെ അനുഗ്രഹിക്കേണ്ട, എൻ്റെ അനുഗ്രഹം ദൈവം പിന്നാലെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അപേക്ഷിക്കേണ്ട ഒരു കാര്യം, കർത്താവേ നീ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ജ്ഞാനത്തിൽ ഞാൻ കുറവുള്ളവനാണപ്പാ, എനിക്ക് വിവേകത്തിൽ ഞാൻ എന്ത് ചെയ്ത് കുറവുള്ളവനാണ്, എനിക്ക് ജ്ഞാനവും വിവേകവും അപ്പാ നീ തരണമേ. എന്നെ നീ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ശരിയായിട്ട് അങ്ങയുടെ ഉത്തരവാദിത്തങ്ങളെ ചെയ്യാനുള്ള പരിജ്ഞാനം നീ എനിക്ക് തരണം എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.